അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. 2 ദിവസമായിട്ടും ഷാമിലിനെ കാണാനില്ലാത്തതിൽ അതാ ഉപ്പ ഭാര്യയോട് ചോദിക്കുകയാണ്. എടി, എന്തേക്കാ? അല്ല, എൻ്റെ മോൻ എന്നോട് ശരിക്കും തെറ്റിപ്പോയോ കാര്യത്തിൽ? ഞാനും അവനെ ചീത്ത പറഞ്ഞത് എന്തിനാ? മറ്റൊരുത്തൻ്റെ ഭാര്യയെ നമ്മൾ മോഹിക്കാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. ആ പെൺകുട്ടി കല്യാണം കഴിച്ച് പോയതല്ലേ, പിന്നെ നമ്മൾ എന്നെ ശല്യപ്പെടുത്താൻ പാടുണ്ടോ? എന്നാലും ആ അജ്മൽ എന്നോട് വിളിച്ച് പറഞ്ഞ കാര്യം എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. കാരണം എൻ്റെ മോനെക്കുറിച്ച് ഞാൻ വേണ്ടാത്ത ഒന്നും വിചാരിച്ചിട്ടില്ല. എൻ്റെ മോൻ നല്ലതായിരുന്നു. എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂലല്ലോ. പിന്നെ എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? മോനെ നിലക്ക് നിർത്താനാണ് ആവശ്യപ്പെട്ടത്. നിങ്ങൾ കരയില്ലിക്ക. അതങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും, എന്തെങ്കിലും കണ്ടതും കേട്ടതൊക്കെ. നിങ്ങളൊന്നും വിഷയാക്കല്ലേ. സ്നേഹത്തോടെ മാജിയുമ്മ അത് ഉപ്പയെ ആശ്വസിപ്പിച്ചു. ഇക്ക, നിങ്ങളിങ്ങനെ കരഞ്ഞാലെങ്ങനെ? അല്ലേ, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ തെറ്റ് പറ്റിയോ? എന്തെങ്കിലും അവൻ ചെയ്തോ? എനിക്കറിയുന്നില്ല. നല്ല മക്കളായിട്ട് ഞാൻ വളർത്തിയിട്ടുള്ളൂ. എൻ്റെ മൂത്ത 2 മക്കളും അങ്ങനെ തന്നെ. പിന്നെ ഇവറ്റങ്ങൾ ചെറുതല്ലേ. എന്താ ചെയ്യുക? ഒരു പേര് കേൾപ്പിച്ചത് ഓലെ എളാമ്മയാണ്, അല്ലാതെ വേറൊന്നും അല്ല. സാരമില്ല. പക്ഷേ എൻ്റെ മോൻ ഷാമിൽ. എന്നാൽ ആ പിതാവ് വിതുമ്പിക്കരയുന്നത് കണ്ട് മാജിയമ്മക്ക് വല്ലാത്തൊരു സങ്കടമായി. അതെ, ഷാമിൽ മോനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്, അല്ലാതെ മിണ്ടാതെ പോയതല്ല. ഉമ്മ, ഞാൻ പോവുകയാണ്. ഞാൻ പോയിട്ട് ഞാൻ വിളിച്ചോണ്ട് ഉപ്പാനെപ്പോൾ ഉണർത്തണ്ടെന്ന് പറഞ്ഞതാണ്. അതെ, എൻ്റെ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതായിരിക്കും മിണ്ടാതെ പോയത്. അല്ലാതെ അങ്ങനെയൊന്നല്ല. ഓൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ സിമ്മും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ടാവില്ലേ, അതൊക്കെ റെഡി ആയിട്ട് വിളിച്ചോളൂ. നിങ്ങൾ വിഷമിക്കല്ലേ. അപ്പോൾ എൻ്റെ കുട്ടി അറേബ്യയിലേക്ക് തിരിച്ചു പോയോ? അതെ, ഓന് അങ്ങോട്ട് പോവുകയാണെന്ന് തന്നെ പറഞ്ഞത്. കാരണം അവിടെ ഒരു ആശ്വാസമായിരിക്കും. പോയിക്കോട്ടെ. പിന്നെ ഓരോരുത്തരും ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോൾ ആർക്കായാലും സങ്കടം ഉണ്ടാവില്ലേ. എന്നാലും എൻ്റെ മോൻ അങ്ങനൊന്നും തെറ്റ് ചെയ്യുന്ന ആളല്ലല്ലോ. ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയതാവും? എൻ്റെ കുട്ടി അത്രക്കാരനല്ലല്ലോ. ആ പിതാവ് ശരിക്കും വിതുമ്പുകയായിരുന്നു. എന്നാൽ മാജിയും അദ്ദേഹത്തിൻ്റെ മുടിയിഴകളിലൂടെ തലോടിക്കൊണ്ട് പറഞ്ഞു, ഇക്ക, നിങ്ങൾ വിഷമിക്കല്ലേ. അതെ, ഷാമിൽ മോനൊരു തെറ്റും ചെയ്യൽ. എനിക്ക് നന്നായിട്ടറിയാം. എന്നെ ഈ രീതിയിൽ ഇവിടെ എത്തിച്ചതും അതുപോലെ തന്നെ ഉപ്പാക്ക് വേണ്ടി നിക്കാഹ് എന്നെ കഴിച്ചു തന്നതൊക്കെ അവനല്ലേ. നന്മയുള്ള മനുഷ്യനാണ് ഓന്. ഓനൊരിക്കലും ഒരാളെ ഉപദ്രവിക്കൂല. ഒരിക്കലും ഒരാളെ പറ്റി ഒന്നും പറയൊന്നുമില്ല. അവൻ നല്ലതാണ്. നന്മക്ക് മാത്രമേ അവൻ കൂട്ടു നിൽക്കുള്ളൂ. മാജിയെ, ഈ പറയണ പോലെ പറയാൻ പറ്റൂലടി. ഇപ്പോഴത്തെ കുട്ടികളെന്ന പല മയക്കുമരുന്നിലും പല രീതിയിലുള്ള എല്ലാത്തിലും പെട്ടു പോകുന്ന മക്കളാണ്. കാരണം ഇന്ന് നല്ല രീതിയിലാണെങ്കിൽ നാളെ മക്കൾ തല തിരിഞ്ഞു വരും. എൻ്റെ കുട്ടി അങ്ങനെ എന്തെങ്കിലും പെട്ടക്കണാവോ? അതോ അങ്ങനെ പെട്ടിട്ട് ചിന്ത മാറി ഇനിയിപ്പോൾ ശരിയൊക്കെ തന്നെയാണ്, എന്തെങ്കിലുമൊക്കെ പെട്ടുപോയെന്നാവോ? എൻ്റെ കുട്ടി അങ്ങനെ ഒന്നും അല്ലായിരുന്നു. ആ പിതാവിൻ്റെ സങ്കടം കണ്ട് മാജിയമ്മ പറഞ്ഞ്, നിങ്ങളെ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും അവിടുത്തെ അറബിച്ചിന്നിട്ട് നമ്പർ ഉണ്ടായിരുന്നോ? ഒന്നിങ്ങോട്ട് കാട്ടിക്കാണി, ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. എന്നാൽ അതാ ഉപ്പ ഫോൺ വിറച്ചുകൊണ്ട് അവരുടെ കൈകളിലേക്ക് കൊടുക്കുന്നു. എന്താ ഇതിലുണ്ടോ ആവോ? എന്നാലും അവൻ വിളിക്കാത്തത് ഇപ്പോൾ എന്തേ? ഞാനും വിചാരിച്ചു. മാജി ഉമ്മ അവരെ ആശ്വസിപ്പിച്ചു. എന്നാൽ ഈ സമയം അതാ പെങ്ങൾ വിളിക്കുന്നു ഉപ്പയുടെ ഫോണിലേക്ക്. ഹലോ ഉപ്പ. പിന്നെ ഷാമിലിനോട് ഇവിടേറ്റൊന്ന് വരാൻ പറയട്ടോ. എന്നാൽ അത് കേട്ട് പിതാവ് കരയുകയായിരുന്നു. എന്താ ഉപ്പ? എന്നാൽ അപ്പോൾ തന്നെ ഉമ്മ ഫോൺ വാങ്ങി. ഹലോ കുഞ്ഞോളെ, അത് പിന്നെ ഷാമിൽ മോനെ ഇവിടുന്നാണ്ട് പോയിക്കണ്. പോവേ? എവിടേക്ക്? അതല്ലേ, ഓന് പെട്ടെന്ന് അർജൻറ്റായിട്ട് ഗൾഫിലേക്ക് പോകണമെന്നാണ് പോയിക്കണ്. അല്ലാ, എന്നോടൊരു വാക്ക് മിണ്ടും പറയും ചെയ്തതിൻ്റെ കുട്ടി പോയോ? ശരിക്കും അത് ആങ്ങളോടുള്ള സ്നേഹം അവളിൽ നിറഞ്ഞൊഴുകിയിരുന്നു. ഉമ്മ, അതെന്ത് ഓന് മിണ്ടാതെ പോയത്? അറിയില്ല മോളെ, അത് പെട്ടെന്ന്. എന്നാൽ ഷാമിലിനെ കുറിച്ചുള്ള അപവാദ പ്രചരണങ്ങളൊന്നും മാജി ഉമ്മ പറഞ്ഞില്ല. കാരണം ഒരാളുടെ ഒഴിബ് മറച്ചു വെച്ചാൽ അള്ളാഹു നമ്മുടെ 1000 ഒഴിബ് മറച്ചു വെക്കും എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ മാജി ഉമ്മ അത് മറച്ചു വെച്ചു. കുഞ്ഞോളെ, ഈ ഒന്നും വിചാരിക്കണ്ട. അതെ, വിളിച്ചോളും കേട്ടോ. ഓനെ സിമ്മൊക്കെ ഒന്ന് റെഡി ആയിട്ട് വിളിച്ചോളായിരിക്കും. എന്നാലും എൻ്റെ കുട്ടി പോയത് പാവം. എന്താന്നാവോ റബ്ബേ, കല്യാണം ഒന്നും ആയതുമില്ല. എത്ര പെട്ടെന്ന് എന്തേ ഓൻ പോയത്? കല്യാണാലോചനകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അളിയന്. എന്താ ഇപ്പം ചെയ്യുക? ഓൻ ഇത്ര പെട്ടെന്ന് പോവുകയും ചെയ്തുല്ലേ. ഇനിയിപ്പോൾ അളിയനോടിപ്പോൾ ഞാൻ എന്താ പറയാ, എനിക്കറിയില്ല. മോളെ ഇപ്പം തൽക്കാലം ഒന്നും പറയണ്ട. പെട്ടെന്ന് അറബിച്ച് വിളിച്ചിട്ട് പോയതാന്ന് പറഞ്ഞാൽ മതി കേട്ടോ.
ആയിക്കോട്ടെ. എന്നാൽ ഉപ്പാക്ക് സമാധാനമില്ലായിരുന്നു. മാജിയെ, എൻ്റെ കുട്ടി എവിടെ, ഒന്ന് വിളിച്ചു നോക്ക്, ഇതിലേതെങ്കിലും നമ്പർ ഉണ്ടോ? അങ്ങനെ അതാ ഒരുപാട് നമ്പറുകൾ അതിൽ കാണുന്നു. അതിൽ അറബി ഉമ്മ, അതുപോലെ ഉമ്മുൽ ഖൈർ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് സേവ് ചെയ്തതായും കാണുന്നുണ്ട്. അല്ല ഇക്ക, ഈ അറബി ഉമ്മ എന്ന് പറഞ്ഞ ഇതാണോ? അറബി ഉമ്മ അത് വേറെ ഉണ്ട്. ഇത് അറബി ഉമ്മല്ല. ഇവർ പോയത് മറ്റിടത്തേക്കാണ്. അറബി ഉമ്മ അങ്ങ് മദീനത്തല്ലേ. ആ, അവരെ വിളിച്ചാൽ കിട്ടുമെന്നാവും, എനിക്കറിയില്ല. എൻ്റെ കുട്ടി എവിടെയൊക്കെ പോയാവും. ശരിക്കും ഷാമിലിൻ്റെ ഉപ്പ ഹൃദയം പൊട്ടിക്കരയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ച്. റബ്ബേ, എൻ്റെ കുട്ടീനെ ഞാൻ വല്ലാതെ ചീത്ത പറഞ്ഞുള്ള റബ്ബേ. കാരണം ഏതൊരു പിതാവായാലും ചീത്ത പറയും. മോനെ എന്ത് പരിപാടി ഈ കാട്ടുന്നത്? കെട്ടിച്ചേച്ച പെൺകുട്ടികളെ പിന്നെ വളക്കാൻ നോക്കുന്നുണ്ടാ? എന്ത് ഓരോ ശല്യപ്പെടുത്തുന്നത്? അതെ, അജ്മൽ പറഞ്ഞ പ്രകാരം എൻ്റെ കുട്ടിയാണ് ചീത്ത പറഞ്ഞും ചെയ്ത്. റബ്ബേ, വേണ്ടില്ലായിരുന്നു. എൻ്റെ കുട്ടിയെ എന്തുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതെനിക്ക് സങ്കടം വന്നു. എൻ്റെ കുട്ടി ഇത്രയും മോശക്കാരനായോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇക്ക, നിങ്ങൾ വിഷമിക്കല്ലേ, ഒക്കെ ശരിയാവും. അവനക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ. അതിപ്പോൾ ഏത് ബാപ്പാരായാലും ചീത്ത പറയില്ലേ മക്കൾ ഇങ്ങനെയൊക്കെ. എന്തപ്പോൾ സംഭവം എന്നാവും. എന്നാൽ അതാ അവർ തീരുമാനിക്കുന്നു. ആരാന്നാവോ അവനെ കൊണ്ട് ഇങ്ങനെ ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? ഇക്ക എന്താ പറഞ്ഞത്? ഒന്നുമില്ല, അത് ബുഷി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർ ഗൾഫിൽ നിന്ന് എങ്ങാനും കണ്ട് പരിചയമായതാണ്. ആ കുട്ടിയായിട്ട് കല്യാണം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ആയപ്പോൾ ഓൻ പറഞ്ഞ് ബുഷിയോട്, അതായത് നിങ്ങൾ വേറെ കല്യാണം നോക്കിക്കോളി. അവിടുത്തെ ഓലോട് തന്നെ പറഞ്ഞു. കാരണം എനിക്ക് കുറച്ച് പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്, എന്നെ എപ്പോഴൊന്നും കാക്കണ്ട. അങ്ങനെയായിരുന്നു തുടക്കം. പിന്നെ പോളെ കല്യാണം കഴിച്ച് പോയി. പിന്നെ എൻ്റെ കുട്ടി എന്താ ചെയ്ത് എനിക്കറിയില്ല. എന്നാൽ ഈ സമയം അതാ മാജിയമ്മ വിചാരിക്കുന്നു, ഒരിക്കലും അങ്ങനെയാണെങ്കിൽ അവൾ ചോദിക്കന്നെ വേണമല്ലോ. അല്ലാതെ വെറുതെ ഒരാളങ്ങ് തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ? എന്തെങ്കിലും ചോദിക്കന്നെ വേണമല്ലോ. ബുഷിയോ ഒന്ന് കാണണം, എനിക്ക് കാണാൻ പറ്റുമോ? വേണ്ട, നീയോ കൂടെ അങ്ങോട്ട് പോകണ്ട. ഓലാകെ ഇളകി നിൽക്കായിരിക്കും. അജ്മൽ വിളിച്ച് പറഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടം. അജ്മൽ അച്ഛൻ്റെ കുട്ടീനോട് അത്രക്കും ഫ്രണ്ട്ഷിപ്പുള്ള ആളായിരുന്നു. അവനിത് പറഞ്ഞപ്പോഴാണ് വല്ലാത്ത വേദന തോന്നിയത് എനിക്ക്. സാരില്ലിക്ക, അതൊക്കെ നമുക്ക് ശരിയാക്കാം, ഞാൻ നോക്കട്ടെ. എന്തായാലും അജ്മലിനോടായാലും ആരാന്ന് വെച്ചാൽ ഉപ്പാനടുത്ത് അജ്മലിന് നമ്പറില്ലേ, നിനക്കൊന്ന് സംസാരിക്കണം. വേണ്ടടി, പോയിക്കോട്ടെ, എൻ്റെ കുട്ടി എവിടെ വെച്ചാൽ ജീവിച്ചോട്ടെ. അതെ, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഓനെ. എന്നാൽ ആ പിതാവ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. ആശ്വസിപ്പിക്കാൻ എന്തായാലും മാജിയും ഉള്ളതും വല്ലാത്തൊരു സമാധാനം തന്നെ. കാരണം വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാം നോക്കാം. ഇപ്പോൾ മാജിത്തെ ഉണ്ടായത് കൊണ്ട് തന്നെ ഷാമിലിൻ്റെ മനസ്സിൽ ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ തന്നെക്കുറിച്ച് എൻ്റെ ഉപ്പ തെറ്റിദ്ധരിച്ചത്, ആ ഒരു തെറ്റിദ്ധാരണ മാറ്റണം. എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറ്റണം. ഞാൻ ഒരിക്കൽ പോലും ബുഷിയെ ഒന്നും വേണ്ടാത്ത രീതിയിൽ പറഞ്ഞിട്ടില്ല. അവൾ എന്നോട് ഹൃദയം പൊട്ടി കരഞ്ഞു പറഞ്ഞ വാക്കുകളാണ് ഞാൻ എടുത്തത്. അതെ, ശരിക്കും പാവമാണ് ആ പെണ്ണ്. റബ്ബേ, ആ പെണ്ണെ നീ രക്ഷിക്കണം. ഷാമിലിൻ്റെ ചിന്ത അതായിരുന്നു. എന്നാൽ നമ്മുടെ ഷാമിൽ ഉമ്മുൽ ഖൈറിൻ്റെ അരികിലെത്തിയപ്പോൾ അല്പം ആശ്വാസമുണ്ടായിരുന്നു. പക്ഷെ അറബിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഒരു കൂടിക്കാഴ്ച. ഇനിയൊരിക്കലും ഷാമിൽ വരില്ല എന്നവൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഷാമിൽ അവിടെ എത്തിപ്പെട്ടിരുന്നു. ഉമ്മുൽ ഖൈറിനാണെങ്കിൽ വല്ലാത്ത ആശ്വാസം, സമാധാനം, എന്താണെന്നറിയില്ല. വല്ലാത്തൊരു തനിക്ക് ആരൊക്കെ ഉള്ളതുപോലെയാണ് ഇപ്പോൾ ഉമ്മുൽ ഖൈറിന് തോന്നുന്നത്. എന്നാൽ ബുഷിയെക്കുറിച്ച് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മുൽ ഖൈറിനോട് തികച്ചും അവൻ പറഞ്ഞില്ല. ചിലതൊക്കെ അവിടെയും ഇവിടെയുമായിട്ട് പറഞ്ഞു. എന്നാലും തന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ അതൊന്നും അവൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഉമ്മുൽ ഖൈർ അവരെ ആശ്വസിപ്പിക്കുകയായിരുന്നു. ഷാമിൽ മോനെ, അത് സാരല്ല, അവൾ ഏതെങ്കിലും വിവാഹം കഴിച്ച് പോയി, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അവരവരുടെ പാട്ടിന് പോയിക്കോട്ടെ, നമുക്ക് വേറെ നോക്കാം. എൻ്റെ മോൻക്ക് പറ്റിയ പെൺകുട്ടി എൻ്റെ കുടുംബത്തിലുണ്ട്. അതായത് എൻ്റെ അനുജത്തിയുടെ കുടുംബത്തിലെ കുട്ടിയാണ്, നല്ല മോളാണ്, ഒന്നുകൊണ്ടും കുഴപ്പമില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിപ്പിച്ച് തരാം. പക്ഷേ അവർ വലിയ അറബ് കുടുംബത്തിലെ ആളുകളാണ്. അപ്പോൾ മോൻക്കൊന്ന് പോയി കണ്ടൂടെ? നമുക്കൊന്ന് അവിടം വരെ പോയാലോ? അല്ലെങ്കിൽ ഒരു നിമിഷം അവൻ ഞെട്ടി. ഉമ്മ, അത് വേണ്ട. അല്ലെങ്കിൽ അല്ല മോൻ, അതിന് വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ എനിക്കൊന്ന് പോകണം. നീ ഡ്രൈവറായിട്ടുണ്ടല്ലോ, ഇനി എനിക്ക് പ്രശ്നമല്ല. ഇതുവരെ എനിക്ക് ടെൻഷനായിരുന്നു, ബേജാറായിരുന്നു. കാരണം ഒന്നുമല്ല, പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യമില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒക്കെ ആ അർബാവിൻ്റെ ആളുകളല്ലേ.
ആ, എനിക്ക് കാര്യമായിട്ട് അവരുടെ കൂടെ ഒന്ന് യാത്ര ചെയ്യാൻ വിശ്വാസമില്ല. പക്ഷെ നീ വന്നപ്പോഴേ എനിക്ക് സമാധാനമായി. എനിക്ക് പൂർണ്ണമായ സംരക്ഷണം നീ നൽകുമ്പോഴാണ്, നീ വരുമ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് അനിയത്തിയുടെ വീട് ഫുജേറയിലേക്കൊന്ന് നമുക്ക് പോയാലോ? എന്താ പറ്റില്ലേ? ശരിക്കും അത് കേട്ടപ്പോൾ ഷാമിൽ പറഞ്ഞു, ഉമ്മ അത് ഞാൻ വരാം, പക്ഷെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്, ആലോചിക്കരുത്. എനിക്ക് താല്പര്യമില്ല. മോനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. മോൻ പറഞ്ഞല്ല ബുഷിയുമായിട്ടുള്ള വിവാഹം നടന്നില്ല, അങ്ങനെ ഇങ്ങനെ കായെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞെന്ന് മാത്രം. അല്ലേ, പെൺകുട്ടികളെ വേണമെങ്കിൽ നമ്മൾക്ക് നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ട് എന്ന് എനിക്കാണെങ്കിൽ ഏറ്റവും വിശ്വാസമുള്ളത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ പൊന്നു മോനെ, എനിക്ക് നീ എൻ്റെ ആരൊക്കെ ആകണമെന്ന് തോന്നിപ്പോവാണ്. അതെ, എനിക്ക് നീ എൻ്റെ എല്ലാം ആണെന്ന് തോന്നുകയാണ്. ഒന്നും ഉണ്ടായിട്ട് പറയുകയല്ല. എനിക്ക് മക്കളില്ല, ശരിയാണ്. എനിക്ക് ആങ്ങളെയുമില്ല. പക്ഷെ നീ എൻ്റെ ആരൊക്കെയോ ആയി മാറിയിരിക്കുന്നു മോനെ. എനിക്കതൊന്നും തരാത്തതിന് പകരം പഠിച്ചോ എനിക്ക് നിന്നെ തന്നതായിരിക്കോ? പക്ഷേ നീ എനിക്ക് സ്വന്തമല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കാര്യം, ഞാൻ നിൻ്റെ വയസ്സിൻ്റെ എത്രയോ മൂത്തതാണ്. ശരിയാണ്, നീ എന്നെ ഉമ്മയെന്ന് വിളിക്കുന്നു, കാര്യമൊക്കെ അത് തന്നെയാണ്. പക്ഷെ ഷാമിൽ മോനെ, എനിക്ക് നിന്നോട് ഉമ്മ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറഞ്ഞോളൂ. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റാൻ ഞാനുണ്ടല്ലോ കേട്ടോ. ഷാമിലിൻ്റെ ആ ഒരു ശബ്ദം ശരിക്കും അതാ ഉമ്മുൽ ഖൈറിൻ്റെ ചെവിയിൽ പതിച്ചു. അതെ, തനിക്ക് കരുതലായിട്ട് കാവലായിട്ട് ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിലേക്ക് വന്നു. കാരണം അറബിയുടെ ക്രൂരതയും കാര്യങ്ങളും മറ്റു പെണ്ണുങ്ങളോടുള്ള ബന്ധങ്ങളും എല്ലാം അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ചിലപ്പം കാണുമ്പോൾ മരിച്ചു പോയെങ്കിലെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല, അതൊരിക്കലും ചിന്തിക്കാൻ പോലും പാടില്ല. പക്ഷെ ചില സമയത്ത് സങ്കടം സഹിക്കാൻ കഴിയാതെ തോന്നിപ്പോവും, റബ്ബേ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം. കൂട്ടിലടച്ച കിളിയെപ്പോലെയാണ് ഞാൻ. അദ്ദേഹമാണെങ്കിൽ പല സ്ത്രീ ബന്ധങ്ങളുള്ളത്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് അടുക്കാൻ പേടിയാണ്. പല നാട്ടുകാർ, പല രാജ്യക്കാർ, പല ദേശക്കാർ വന്ന് അയാളുടെ കൂടെ ഉണ്ടാവും. എനിക്കൊട്ടും താല്പര്യമില്ല അങ്ങനെ ഒരു ഭർത്താവിനെ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്നു എന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങൾ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് എന്നും കയ്പുനീരായിരുന്നു. ഏകദേശം 1-2 മാസം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോഴൊന്നും ഞാൻ കാണായിട്ടായിരിക്കും. പക്ഷേ പിന്നീട് വീട്ടിലേക്ക് വരുന്ന വേലക്കാരികളോടായാലും ഗദ്ദാമകളോടും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം മറ്റു രീതിയിലായിരുന്നു. അതെല്ലാം കാണുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോവും. എന്താ ചെയ്യ, ഭാഗ്യത്തിന് അയാളെ കുട്ടികളെന്ന് എനിക്ക് പഠിച്ചൊന്നും തന്നില്ല. അതും വലിയ കാര്യം തന്നെ. അല്ലെങ്കിൽ ഇപ്പോൾ എന്തായി തീരും, എൻ്റെ കുഞ്ഞുങ്ങളും വിഷമിക്കേണ്ടി വരും. അതെല്ലാം കണ്ടും കേട്ട്. മോനെ ഷാമിൽ, ആ ഉമ്മ, മോനെ നമുക്ക് പോകാം അല്ലേ? എന്താ പറ്റില്ല എൻ്റെ മോൻക്ക്? ശരിക്കും അതാ അവരുടെ കണ്ണുകൾ നിറഞ്ഞത് ഷാമിൽ ശ്രദ്ധിച്ചു. ഉമ്മ എന്തു പറ്റി? ഒന്നുമില്ല മോനെ, എൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടേ സത്യം പറഞ്ഞാൽ ജീവിതം മടുത്തു പോകാറുണ്ട് പലപ്പോഴും. ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് വരെ തോന്നാറുണ്ട്. ഒരിക്കൽ ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് എൻ്റെ സിറ്റുവേഷൻ വളരെയധികം മോശമായിരുന്നു. കാരണം എന്താ ചെയ്യുക, ഹർബാവിൻ്റെ ആ ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ പിടഞ്ഞു പോകും, നെഞ്ച് പൊട്ടിപ്പോകും. എന്താ ചെയ്യേണ്ട വിധി. പക്ഷേ അയാൾ എന്നെ വിടാതെ പിടിക്കുന്ന മറ്റൊന്നുകൊണ്ടല്ല, ആ ഒരു ഈത്തപ്പഴത്തോട്ടങ്ങൾ അത് സ്വന്തമാക്കാനാണ്. ആയിക്കോട്ടെ, ഞാൻ മരിക്കുകയാണെങ്കിൽ അത് ഞാൻ വിചാരിച്ചിരുന്നു വസിയത്ത് പാവപ്പെട്ട മക്കൾക്ക്, അനാഥരായ മക്കൾക്ക് കൊടുക്കണമെന്ന്. പക്ഷെ അതൊന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ. എന്തൊക്കെയോ ഉണ്ട് ഉമ്മുൽ ഖൈറിൻ്റെ മനസ്സിൽ. ഒരുപാട് വേദനകൾ, വിഷമങ്ങൾ എല്ലാം ഉണ്ട്. എന്നാൽ ഷാമിലിന് തോന്നി, അതെ എന്നെക്കാളൊരു പക്ഷെ വിഷമിക്കുന്നത് ഇവരായിരിക്കും. എൻ്റെ അവസ്ഥ ഇത്, സ്നേഹിച്ച പെണ്ണിനെ കെട്ടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വേറെ പല കേസുകൾ, ലാസ്റ്റ് എൻ്റെ തലയിടുന്ന അവസ്ഥ. ഇവരുടെ അവസ്ഥയാണെങ്കിൽ അതിലേറെ പരിതാപകരം. കെട്ടിയ ഭർത്താവ് തികച്ചും മോശപ്രവൃത്തി ചെയ്യുന്ന ആൾ, അതുകൊണ്ട് ബുദ്ധിമുട്ട് ഇടങ്ങാറായി നിൽക്കുന്ന അവസ്ഥ. പാവം, എൻ്റെയും
ഉമ്മുൽ ഖൈറിൻ്റെയൊക്കെ ജീവിതം ഒരുപോലെ തന്നെയാണല്ലോ റബ്ബേ. എന്താ ഞാൻ ചെയ്യുക, എനിക്കറിയുന്നില്ല. എന്നാൽ പാവം അവർ ഞാൻ എൻ്റെ ഉമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്. പക്ഷെ അവരുടെ സങ്കടം കാണുമ്പോൾ ചേർത്ത് പിടിക്കാൻ തോന്നുകയാണ്. അതെ, അത്രക്കും വേദന സഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും ആർക്കും അത് ഇഷ്ടമുണ്ടാവില്ലല്ലോ, സ്വന്തം ഭർത്താവ് മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധം. അതെ, അതെല്ലാം സഹിച്ച് കണ്ടും കേട്ടും നിൽക്കുന്ന അവർ പാവമാണ്. അവർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഷാമിലിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെയതാ അവർ രണ്ടുപേരും ഫുജൈറയിലേക്ക് യാത്ര പോവുകയാണ്. അവർ ഒരുപാട് ദൂരം യാത്ര ചെയ്തു. ആ മണലാരണ്യത്തിലൂടെ ഈത്തപ്പഴ മരങ്ങൾക്കിടയിലൂടെ അവർ യാത്ര ചെയ്യുകയാണ്. ഒരിക്കൽ പോലും അറബി ഇങ്ങോട്ടൊന്നും കൊണ്ടുപോവുകയില്ല എന്നുള്ള കാര്യം സത്യമാണ്. എന്നാൽ ഫുജൈറയിലേക്കുള്ള ആ യാത്രയിൽ അവൻ ഷാമിൽ കാറോടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറബിച്ച് പിന്നിലെ സീറ്റിലാണ് ഇരിക്കുന്നത്. അത് അറിയാതെ അവരങ്ങ് ഉറങ്ങിപ്പോയി. അവരുടെ കാലുകൾ അതാ സീറ്റിൻ്റെ ഇടയിലായിട്ട് അവർ നീട്ടിവെച്ചിരിക്കുന്നു. എന്നാൽ അതാ ഷാമിൽ വിചാരിച്ചു, പാവമാണ്, ഒരു മനസ്സിന് സന്തോഷവും സമാധാനവുമില്ലാത്ത സ്ത്രീയാണ് ഉമ്മുൽ ഖൈർ. ഞാൻ കാണുന്ന അന്നേ കണ്ണീരാണ്, ഇന്നും ആ കണ്ണീര് തോർന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ നന്നാവുന്നു. പക്ഷേ അറബിയുടെ സ്വഭാവം മോശമായതുകൊണ്ടും അറബിയെ ഭയമായതുകൊണ്ടും അവരെങ്ങനെ ജീവിച്ചു പോവുകയാണ് ആ കൊട്ടാരത്തിൽ. വേറെ മറ്റൊന്നുമല്ല, ഒരു വഴിയില്ലായിട്ട്. അത് ധൈര്യമില്ല, ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പുറപ്പെടാൻ ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ ഉമ്മുൽ ഖൈർ നല്ല ഉറക്കത്തിൽ അകപ്പെട്ടു പോയി. ഉമ്മുൽ ഖൈറും ഷാമിലും മാത്രമുള്ള ആ ഒരു യാത്ര. എന്നാൽ ഷാമിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുവരെ ഉമ്മുൽ ഖൈർ സംസാരിച്ചിരുന്നു. അറബിയിലുള്ള ഏതോ ഒരു ഗസൽ മൂളുന്നുണ്ട് ആ ഒരു വാഹനത്തിൽ. എന്നാൽ പെട്ടെന്നാണ് ഷാമിൽ ആ ഒരു കാഴ്ച കണ്ടത്. അതെ, ഉമ്മുൽ ഖൈറിൻ്റെ പർദ്ദയുടെ ഒരു ഭാഗം അവിടെ നിന്ന് തെന്നി മാറിപ്പോയിട്ടുണ്ട്. അതായത് അടിയിൽ പാൻറ്റൊക്കെ ധരിച്ചിട്ടുണ്ട്, എങ്കിലും അവരുടെ കാലിൻ്റെ ആ മനോഹരമായ ഭാഗം അല്പം വെളിവാകുന്നുണ്ട്. ശരിക്കും അവനത് കണ്ടപ്പോൾ ആകപ്പാട് ടെൻഷനായി. റബ്ബേ, എൻ്റെ ഉമ്മയുടെ സ്ഥാനത്താണ്, പക്ഷേ കാലുകളൊന്ന് കണ്ടാൽ ഒരിക്കൽ പോലും തോന്നില്ല അതൊരു ഉമ്മയുടേതാണെന്ന്. പ്രസവിച്ചിട്ടൊന്നുമില്ല അവർ, ശരിയാണ്. പക്ഷേ ഇത്രയ്ക്ക് മനോഹരമായ ആ കാലുകളൊക്കെ കണ്ടപ്പോൾ ഷാമിലിനെ ആകപ്പാട് ടെൻഷനാണ് വന്നത്. അവൾക്ക് ആ പർദ്ദയൊന്ന് അവരുടെ ആ പർദ്ദയൊന്ന് നീക്കിയിടാൻ പോലും അവൻക്ക് ഭയം തോന്നി. റബ്ബേ, എൻ്റെ ഉമ്മയുടെ സ്ഥാനത്താണ്. എന്നാൽ അവരുടെ ആ മനോഹരമായ കാലുകൾ കണ്ടപ്പോൾ ഷാമിലിൻ്റെ മനസ്സിൽ വല്ലാത്തൊരവസ്ഥ ഉടലെടുത്തു. വണ്ടിയുടെ റിയർവ്യൂ മിററിലൂടെ പിന്നിലേക്ക് നോക്കിയ അവൻ പെട്ടെന്ന് തന്നെ കണ്ണു വെട്ടിച്ചു. തൻ്റെ തെറ്റായ ചിന്തകളെ ഓർത്ത് അവൻ ശപിച്ചു. റബ്ബേ, എന്നെ കാത്തോളണേ, എൻ്റെ ഉമ്മയുടെ സ്ഥാനത്തുള്ളവരാണ്, ആപത്തിൽ എനിക്ക് തുണയായവരാണ്. ഇങ്ങനെയൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരാൻ പാടില്ലായിരുന്നു. അവൻ വണ്ടിയുടെ എയർ കണ്ടീഷണറിൻ്റെ തണുപ്പ് അല്പം കൂട്ടിവെച്ചു. ഫുജൈറയിലേക്കുള്ള ആ നീണ്ട പാതയിൽ ഈത്തപ്പഴ മരങ്ങൾക്കിടയിലൂടെ കാറ്റിൻ്റെ വേഗതക്കൊപ്പം അവൻ്റെ മനസ്സിൻ്റെ വേഗതയും കൂടി. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ റോഡിൻ്റെ വശത്ത് ഒരു ചെറിയ ചായക്കട കണ്ടു. വണ്ടി അവിടെ ഒന്ന് നിർത്തിയാൽ ഉമ്മുൽ ഖൈർ ഉണരുകയും അവരുടെ വസ്ത്രം ശരിയാവുകയും ചെയ്യുമല്ലോ എന്നവൻ കരുതി. അവൻ പതുക്കെ വണ്ടി ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി. വണ്ടി നിന്ന നിശബ്ദതയിൽ ഉമ്മുൽ ഖൈർ പതുക്കെ കണ്ണുകൾ തുറന്നു. ഉറക്കച്ചടവോടെ അവർ ചുറ്റും നോക്കി. കാലുകൾക്കിടയിൽ നിന്ന് പർദ്ദ അല്പം നീങ്ങിക്കിടക്കുന്നത് കണ്ട് അവർ പെട്ടെന്ന് തന്നെ അത് വലിച്ചിട്ട് ശരീരം പൂർണ്ണമായി മറച്ചു. ഷാമിൽ അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ മുന്നോട്ട് തന്നെ നോക്കിയിരുന്നു. എന്താ മോനെ വണ്ടി നിർത്തിയത്? ഫുജൈർ എത്തിയോ? ഉമ്മുൽ ഖൈർ ചോദിച്ചു. ഇല്ലുമ്മ, കുറച്ചുകൂടി ദൂരമുണ്ട്. ഉമ്മ നല്ല ഉറക്കിലായിരുന്നു. ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിക്കാൻ വേണ്ടിയാ വണ്ടി നിർത്തിയത്. ഷാമിൽ വളരെ ബഹുമാനത്തോടെയും വിനയത്തോടെയും പറഞ്ഞു. ആഹാ, അത് നല്ല കാര്യമായി. എനിക്ക് നല്ല തളർച്ചയായിരുന്നു മോനെ. നീ ഒരുപാട് നേരമായില്ലേ വണ്ടി ഓടിക്കുന്നു, വാ നമുക്കൊരു ചായ കുടിക്കാം, അവർ നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു. ആ അറബിച്ചിയുടെ വാക്കുകളിലെ സ്നേഹവും കരുതലും കേട്ടപ്പോൾ ഷാമിലിൻ്റെ മനസ്സിലെ സങ്കീർണമായ ചിന്തകളെല്ലാം പമ്പ കടന്നു. തനിക്ക് ഈ മണലാരണ്യത്തിൽ താങ്ങും തണലുമായി നിൽക്കുന്ന ആ വലിയ മനസ്സിനോട് താൻ കാണിക്കേണ്ടത് ശുദ്ധമായ ബഹുമാനം മാത്രമാണെന്ന് അവൻ ഉറപ്പിച്ചു. ചൂടുള്ള അറബിക് ചായയുടെ നല്ലൊരു സുഗന്ധം ആ ചെറിയ ഹോട്ടലിൽ പടർന്നു പിടിച്ചിരുന്നു. കുങ്കുമപ്പൂവിൻ്റെയും ഏലക്കായുടെയും മണമുള്ള സുലൈമാനെ ചെറുതായി ഊതിക്കുടിച്ചുകൊണ്ട്
അവർ രണ്ടുപേരും യാത്രയുടെ ക്ഷീണമകറ്റി. വീണ്ടും ഫുജീറ ലക്ഷ്യമാക്കി വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ ഉമുൽ മനസ്സിൽ ആലോചനകൾ കാട് കയറുകയായിരുന്നു. അവർ ഒരിക്കൽ കൂടി പിന്നിലെ സീറ്റിലിരുന്ന് കണ്ണാടിയിലൂടെ ഷാമിലിനെ നോക്കി ചിരിച്ചു. മോനെ, ഞാൻ നേരത്തെ പറഞ്ഞ കല്യാണക്കാര്യം മോന് ശരിക്കും അതിലൊട്ടും താല്പര്യമില്ലേ? ഷാമിലിൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ ഒന്നുകൂടി മുറുകി. അവൻ പതുക്കെ പറഞ്ഞു, ഇല്ല ഇല്ലമ്മ, ഒരിക്കലുമില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. എൻ്റെ മനസ്സിൽ അതിനുള്ള ഒരു ഇടവുമില്ല. അല്ല മോനെ, നിന്റെ മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറാൻ നമ്മളിതൊന്ന് ആലോചിച്ചാലോ? നീ അവളെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. നമ്മൾ നിർബന്ധിക്കില്ലല്ലോ. ഉമ്മുൽ ഖൈർ അവൻ്റെ മനസ്സറിയാൻ വീണ്ടും നിർബന്ധിച്ചു. ഉമ്മ, ഒരിക്കലുമില്ല. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഉമ്മയോടൊപ്പം ഫുജൈറയിലേക്ക് ഞാൻ വരുന്നത്. ഉമ്മയ്ക്കൊരു കൂട്ട് വേണം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ദയവായി വിവാഹത്തെക്കുറിച്ച് ഇനി എന്നോട് ചോദിക്കരുത്. ഷാമിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കി. അവൻ്റെ വാക്കുകളിലെ ദൃഢത കണ്ടപ്പോൾ ഉമ്മുൽ ഖൈർ തൽക്കാലം ആ വിഷയം അവിടെ നിർത്തി. കാർ മണൽക്കുന്നുകൾ താണ്ടി ഫുജൈറയിലെ മലനിരകൾക്കിടയിലൂടെ വലിയൊരു പാതയിലേക്ക് പ്രവേശിച്ചു. ഏകദേശം അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം ആ ആഡംബരം വിളിച്ചോതുന്ന വലിയൊരു കൊട്ടാരത്തിന് മുമ്പിൽ ഷാമിൽ വണ്ടി ബ്രേക്കിട്ടു. വലിപ്പമേറിയ ഇരുമ്പ് ഗേറ്റും അതിനു മുന്നിൽ കാവൽ നിൽക്കുന്ന കരിങ്കല്ല് പോലുള്ള ഉറച്ച ശരീരമുള്ള അറബിക് സെക്യൂരിറ്റികളും ആ വീടിന് ഗാംഭീര്യം വർദ്ധിപ്പിച്ചു. ഉമ്മുൽ ഖൈർ ഗ്ലാസ് താഴ്ത്തി സെക്യൂരിറ്റിയോട് താൻ ആരാണെന്ന് പറഞ്ഞതും ആ വമ്പൻ ഗേറ്റ് പതുക്കെ തുറക്കപ്പെട്ടു. കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റി നിർത്തിയതും അകത്തു നിന്നും സുന്ദരിയായൊരു പെൺകുട്ടി ഓടി വന്ന് ഉമ്മുൽ ഖൈറിൻ്റെ അനിയത്തിയുടെ മകൾ സഫ, എളമ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അവൾ ഉമ്മുൽ ഖൈറിനെ കെട്ടിപ്പിടിച്ചു. ആ പേര് പോലെ തന്നെ അതീവ സുന്ദരിയും ശുദ്ധിയുള്ളവളുമായിരുന്നു സഫ. പൂത്തു നിൽക്കുന്ന മുല്ലപ്പൂ പോലെ തിളങ്ങുന്ന മുഖം. സഫിയെ നോക്കി നിൽക്കുമ്പോൾ ഉമ്മുൽ ഖൈറിൻ്റെ മനസ്സിൽ വീണ്ടും ആ ചിന്ത മുളപൊട്ടി. റബ്ബേ, എൻ്റെ ഷാമിൽ മോന് പറ്റിയ പെണ്ണി സഫ തന്നെയാണ്. എത്ര സുന്ദരിയാണ് എൻ്റെ മോള്. അവർ സഫയുടെ കവിളിൽ തലോടിക്കൊണ്ട് തമാശ രൂപത്തിൽ പറഞ്ഞു, മോളെ സഫ, എളാമ നിനക്ക് വേണ്ടി ഒരു പുതിയാപ്പിള ചെക്കനെയും വന്നിരിക്കുന്നു കേട്ടോ. അത് കേട്ടതും സഫ നാണത്തോടെ മുഖം തിരിച്ചു. ആഹാ, എളാമയുടെ ഒരു കാര്യം. അതെ, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട. ഇനി ബാപ്പയോട് ഒരൊന്നും പറയാൻ നിൽക്കണ്ട. അതൊക്കെ പിന്നെ നോക്കാം. നീ അവനൊന്ന് കണ്ടു നോക്ക് മോളെ, എന്ത് ഭംഗിയാണെന്നോ കാണാൻ. ഉമ്മുൽ ഖൈർ വീണ്ടും ചിരിച്ചുകൊണ്ട് നിർബന്ധിച്ചു. ആ സംസാരത്തിനിടയിലാണ് ഷാമിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങി ലഗേജുകൾ എടുക്കുവാനായി മുന്നോട്ട് വന്നത്. എളാമ പറഞ്ഞത് കേട്ട് കൗതുകത്തോടെ സഫ പതുക്കെ തല ഉയർത്തി നോക്കി. പർദ്ദയുടെ മറവിൽ നിന്നും അവളുടെ കൺപീലികൾ ഷാമിലിൽ തട്ടി നിന്നു. വെളുത്തു മെലിഞ്ഞ ശരീരം, കാറ്റിൽ അലസമായി പറക്കുന്ന മുടിയിഴകൾ, ശാന്തവും എന്നാൽ ആഴമേറിയതുമായ കണ്ണുകൾ. ശരിക്കും എളാമ പറഞ്ഞതുപോലെ ഒരു രാജകുമാരനെ പോലെയുണ്ട് അവന്. ഷാമിൽ ലഗേജുകൾ എടുക്കുന്നതിനിടയിൽ സഫയുടെ നോട്ടം തിരിച്ചറിഞ്ഞു. അവൻ വിനയത്തോടെ തല കുനിച്ചു. സഫ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി എളാമയെ പതുക്കെ തള്ളി മാറ്റി. എളാമ നടുക്കി. ഞാൻ അറിയാതെ നോക്കിപ്പോയും ചെയ്തു. കണ്ടെന്ന് തോന്നണത്. അല്ല മോളെ, അവൻ എൻ്റെ സ്വന്തം മോനെ പോലെയാണ്. എൻ്റെ ഡ്രൈവറാണ്, എൻ്റെ കാര്യസ്ഥനാണ്, എല്ലാം അവനാണ്. എന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടോ ചെക്കനെ? ഉമ്മുൽ ഖൈർ അവളുടെ ചെവിയിൽ ചോദിച്ചു. സഫ നാണം മറയ്ക്കുവാനായി ഉമ്മറത്തെ വാതിലിന് മുന്നിലേക്ക് മറഞ്ഞു. ഉമ്മുൽ ഖൈറിൻ്റെ മനസ്സിൽ അപ്പോഴും വലിയൊരു സ്വപ്നക്കൊട്ടാരം തന്നെ അതാ പണയപ്പെട്ടു കഴിഞ്ഞിരുന്നു. എന്നാൽ ഉമ്മുൽ ഖൈറിൻ്റെ അനിയത്തിയും അപ്പോഴേക്കും ഓടിയെത്തിയിരുന്നു. സന്തോഷത്തോടെ ഇത്താത്തയെ സ്വീകരിച്ചു. വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ അവർ ഷാമിലിനുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഡൈനിങ് ടേബിളിൽ ഒരുക്കി വെച്ചു. സഫ മോളെ, അവന് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്, സഫയുടെ ഉമ്മ വിളിച്ചു പറഞ്ഞു. സഫ പതുക്കെ ഭക്ഷണവുമായി ഡൈനിങ് ടേബിളിലേക്ക് നടന്നു. അവർ വിഭവങ്ങൾ ഓരോന്നായി വെക്കുമ്പോൾ ഷാമിൽ ദൂരെ മാറി നിൽക്കുകയായിരുന്നു. സഫയുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധാപൂർവം നോക്കിക്കൊണ്ട് ഉമ്മുൽ ഖൈർ സോഫയിലിരുന്നു. അവരുടെ മനസ്സിൽ ചിന്തകൾ അതിവേഗതയിൽ സഞ്ചരിച്ചു. ഇവർ രണ്ടുപേരും ഒന്നിച്ചാൽ എത്ര നന്നായിരിക്കും. സഫിയും ഷാമിലും എൻ്റെ സ്വന്തം കുട്ടികളാണ്. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ കൊട്ടാരത്തിൽ നിന്നൊക്കെ മാറി പ്രകൃതി ഭംഗിയുള്ളൊരിടത്ത് സമാധാനമായി ജീവിക്കാം. അറബിയുടെ ശല്യമില്ലാതെ, ആരുടെയും നിയന്ത്രണങ്ങളില്ലാതെ ഒരു കൊച്ചു ജീവിതം. ഒരു വലിയ സുന്ദര സ്വപ്നത്തിൻ്റെ ആകാശത്തിലേക്ക് നോക്കി
ഉമ്മുൽ ഖൈർ ആ കൊട്ടാരത്തിലിരുന്ന് മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചു. എന്നാൽ ഈ വലിയ ആഗ്രഹങ്ങളുടെ നടുവിലേക്ക് കടന്നു വരുന്ന ഷാമിലിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നോർത്ത് അവരുടെ ഉള്ളിൽ ചെറിയൊരു ആശങ്കയും ബാക്കിയുണ്ടായിരുന്നു. കാരണം ഒരിക്കൽ പോലും വിവാഹക്കാര്യത്തെക്കുറിച്ച് ഷാമില് പറയാനും സമ്മതിച്ചിട്ടില്ല. അവനതിനെക്കുറിച്ച് ചിന്തയില്ല. പക്ഷെ ഞാൻ പറയുമ്പോൾ ഒരു പക്ഷെ ദേഷ്യം പിടിച്ചാലോ? എന്നാൽ ആശങ്കയുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കിയാലോ ഒന്നുകൂടെ? സഫയെ അവർ കണ്ടിട്ടുണ്ടോ എന്തോ അറിയില്ല. ഇനിയിപ്പോ ഇനിയിപ്പോ വേണ്ട. കാരണം അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പെൺകുട്ടി തന്നെ ആയിരിക്കും ബുഷി. അവളോടുള്ള ഇഷ്ടം തന്നെ ആയിരിക്കും. പക്ഷെ അവൾ വേറെ കല്യാണം കഴിച്ചു പോയില്ലേ? അതാണ് ഞാൻ പറയുന്നത്. കല്യാണം കഴിച്ച കുട്ടികളെ കുറിച്ച് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് അവർ വേറെ വിവാഹത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയായാലും അതൊരു ഫ്രഷ് ആയിരിക്കില്ലല്ലോ. ഉമ്മുൽ ഖൈറിന്റെ മനസ്സിൽ പല പല ചിന്തകൾ അത് ഉടലെടുത്ത് കൊണ്ടിരുന്നു. മോനെ ഷാമിൽ, അത് നിനക്ക് പറ്റിയൊരു സുന്ദരിയായ മാലാകക്കുട്ടിയുണ്ട് ഇവിടെ. സഫ എന്തായാലും എൻ്റെ മോൻക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും. എന്താ, നിങ്ങൾക്കൊരു പുതിയൊരു ജീവിതം ജീവിച്ചൂടെ ഉമ്മയുടെ കൂടെ? ഉമ്മാക്ക് അതല്ലേ താല്പര്യം എന്ന് ഉമ്മാക്കൊരാളുമായി. ശരിക്കും അതാ ഉമ്മുൽ ഖൈറിന്റെ ആഗ്രഹം അതായിരുന്നു. എന്നാൽ ആ ഒരു ആഗ്രഹത്തിന് നമ്മുടെ ഷാമിൽ കൂട്ടു നിൽക്കുമോ ഇല്ലയോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.